ഇന്നലെ നമ്മള് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു. ഇന്ന് നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? നമുക്ക് വർത്തമാനം പറയാനായിട്ട് ഏതെങ്കിലും ഒരു ഭാഷ അറിയണം. വർത്തമാനം പറയാൻ പറ്റാത്ത ആൾക്കാരും സംഭാഷണം നടത്തുന്നില്ലേ? കൈകൊണ്ടോ കാലുകൊണ്ടോ കണ്ണുകൊണ്ടോ ഒക്കെ നമ്മൾ നടത്തും അല്ലെ? അപ്പൊ ഒരു ലാംഗ്വേജ് അത്യാവശ്യമില്ല ജീവിക്കാൻ. പക്ഷേ നമ്മള് പല പല മേഖലകളിലേക്ക് പോകുമ്പോൾ ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവർക്ക് കൂടുതൽ ഉയരങ്ങളിലോട്ട് പോകാൻ പറ്റും. അപ്പൊ നമ്മൾ ഒന്നും അറിയാൻ പാടില്ലാത്ത ആൾക്കാരായിട്ട് നിൽക്കുന്നത് ശരിയാണോ? അല്ല. അപ്പൊ ഏതൊരു ലാംഗ്വേജിനാണെങ്കിലും അക്ഷരങ്ങൾ, അതാണ് അതിന്റെ അടിസ്ഥാനം. പിന്നെ കുറച്ചും കൂടി മെച്ചപ്പെട്ടു വരുമ്പോ അതിന്റെ ഗ്രാമർ വരും, വ്യാകരണങ്ങള്, പ്രയോഗങ്ങള്, ശൈലികളിലോട്ടൊക്കെ നമ്മൾ പോകും. നമുക്ക് തൽക്കാലം അക്ഷരങ്ങളിലൂടെ പോകാം അല്ലേ? അക്ഷരങ്ങളുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അക്ഷരം മലയാളത്തിൽ ഏതാണ്? ടീച്ചറിന് തോന്നിയേക്കണത്, ടീച്ചർ ഒരു സാധനം കാണിച്ചു തരാം. ഇത് എന്താണിത്? എന്തായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? നമ്മളിങ്ങനെ വെക്കും ഇതിന്. ഇതെന്താ പറയണം നമ്മള്? അറിയാല്ല, റ. നമുക്ക് ഒന്നുമില്ലാത്ത ഇതിൽ പോലെ തുടങ്ങിയാൽ മതി കേട്ടാ. നമുക്ക് അറിഞ്ഞുകൂടാ, അക്ഷരങ്ങൾ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മൾ ആദ്യം ഇതിൽ തുടങ്ങാം. ടീച്ചർ അത് ബോർഡിൽ എഴുതട്ടെ. അതൊക്കെ ടീച്ചർ ഒരു കാര്യം പറയാം. ടീച്ചർ നിർബന്ധം പിടിക്കുന്ന ഒരു കാര്യമുണ്ട് ക്ലാസ്സിൽ. മലയാള അക്ഷരവും ഇംഗ്ലീഷ് അക്ഷരവും നമ്മൾ ഒന്നും അറിയാത്ത പോലെ തുടങ്ങുന്നു. അപ്പൊ നമ്മൾ തുടക്കം നല്ലതായിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു 2 വര പുസ്തകം, 2 ലൈൻ ബുക്ക് കേട്ടിട്ടില്ലേ? അത് കയ്യിലുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഒരു കൃത്യത വരും അക്ഷരം എഴുതാൻ. അതുകൂടാണ്ട് ടീച്ചർ ഇതിന്റെ ഒപ്പം ഇംഗ്ലീഷ് പയ്യനെടുക്കും. അപ്പൊ ഒരു 4 വര പുസ്തകവും നിങ്ങളുടെ കയ്യിൽ കരുതിയാല് വളരെ ഗുണം ചെയ്യും. എന്നാൽ നമ്മൾ എഴുതിയൊക്കെ പഠിക്കണം. അല്ലാണ്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കി നമ്മൾ നീന്താൻ പഠിച്ചാൽ മറന്നു പോവോ? ഇല്ലല്ല. സൈക്കിൾ ഓട്ടാൻ പഠിച്ചാൽ മറന്നു പോവോ? ഇല്ല. എന്താ കാര്യം? നമ്മുടെ പേശിയുടെ ചലനവും ബ്രെയിനും എല്ലാം കൂടി അത് കണക്റ്റഡ് ആണ്. പക്ഷെ നമ്മൾ എഴുതാൻ പഠിക്കുന്നുണ്ട്, മറന്നു പോകണം. അക്ഷരം പഠിച്ച് കുറച്ചാൾ നമ്മൾ ചിഹ്നങ്ങളിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ പ്രവർത്തനങ്ങളിലോട്ട് വരുമ്പോ, പിന്നെ ഓരോ ആക്ടിവിറ്റിയിലോട്ടൊക്കെ കടന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കുള്ള മലയാളം ലാംഗ്വേജും ഇംഗ്ലീഷ് ലാംഗ്വേജും ചെയ്യാൻ പറ്റാണ്ട് വരുന്നത് നമ്മളത് പോയ വഴിയിൽ പുല്ല് പിടിച്ചിട്ടാണ്. ഇപ്പൊ നടക്കണ വഴി നടന്ന് വരുമ്പോ പുല്ലുണ്ടാവില്ല. കുറച്ചു നാൾ നടക്കാണ്ടിരുന്ന പുല്ല് പിടിക്കൂലേ? അതുപോലെയാണ് നമ്മൾ നിരന്തരം പ്രയോഗത്തിലൂടെ മാത്രമേ നമുക്ക് ലാംഗ്വേജ് കരസ്ഥമാക്കാൻ പറ്റുള്ളൂ. ഇത് സിമ്പിൾ ആകും കേട്ടാ. ഇത്രയും നാള് നമുക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളെ ഒന്നീന്ന് തുടങ്ങാൻ പോണേ. ഓക്കെ. അപ്പൊ ടീച്ചർ ബോർഡിൽ എഴുതാം. നിങ്ങളുടെ കയ്യിലുള്ള 2 വര പുസ്തകവും 4 വര പുസ്തകവും എപ്പോഴും സൈഡിൽ ഉണ്ടാവണം. ടീച്ചർ തൽക്കാലം ഇപ്പൊ ബോർഡിൽ വരക്കും. നമുക്ക് തുടങ്ങാം. ഒന്ന് അക്ഷരങ്ങൾ പഠിക്കാം. തുടങ്ങാം നമുക്ക്. ഓക്കെ. അപ്പൊ നമ്മുടെ 2 ലൈൻ റെഡി. ടീച്ചർ ഇപ്പൊ വരച്ചേക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അതായത് നമ്മള് പുസ്തകം അടച്ചു വയ്ക്കും. അതിങ്ങനെ തുറക്കുമ്പോ ഒരു മാർജിൻ ഇവിടെ, ഒരു മാർജിൻ ഇവിടെ. ഇതെന്താണ്? പുസ്തകം ഈ ഭാഗത്ത് വെച്ചാണ് നമ്മളിങ്ങനെ മടക്കുന്നത്. ടീച്ചർ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ വിടർത്തി വെപ്പിച്ചിട്ട് എഴുതുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞ അക്ഷരം ഏതാണ്? ഓർമ്മയാ? ഓർമ്മയുണ്ടല്ലോ? റ. ടീച്ചർ റ എഴുതാൻ പോണേ. എല്ലാവരും വെറുതെ കൈകൊണ്ട് ഇങ്ങനെ എഴുതിക്കേ. റ റ റ ഇടാം. ടീച്ചർ എഴുതാൻ പോണ കേട്ടാ. ടീച്ചർ എവിടെയാണ് എഴുതാൻ പോണെന്ന് ശ്രദ്ധിച്ചോളൂ. ടീച്ചർ മാർജിന്റെ പാടില്ല എന്നാണ്. കണ്ട, ഇവിടെ തൊട്ട് മുകളിൽ മുട്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് റ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പുസ്തകത്തിൽ 3 പ്രാവശ്യം റ എഴുതണം. റ റ റ. ഇനി റായിൽ തുടങ്ങുന്ന വാക്കുകൾ മാത്രം നമ്മൾ ഇവിടെ എഴുതുള്ളൂ. പക്ഷെ നമ്മൾ എല്ലാ വാക്കും പഠിച്ചിട്ടുണ്ടോ? ഒന്നും പഠിച്ചിട്ടില്ല. ആകെ പഠിച്ചിട്ടുണ്ടെങ്കിൽ റാ മാത്രമേ ഉള്ളൂ. അത് നമ്മളിവിടെ 3 പ്രാവശ്യം എഴുതി കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? റായിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഈ മൊത്തം ലൈൻ ഇവിടെ വിടണം. +1 2 ലൈൻ വിടുക. അപ്പൊ നമ്മൾ ഒരക്ഷരത്തിന് ഈ ലൈൻ ഇവിടെ ഒഴിച്ചിടണം. ഇത് നമ്മളുടെ ക്ലാസ് തീരൂലേ? നമ്മുടെ അക്ഷരങ്ങളൊക്കെ പഠിച്ച് ചിഹ്നങ്ങളെല്ലാം പഠിച്ചു കഴിയുമ്പോ ഈ 3 ലൈൻ ഫില്ലാകും. നിറഞ്ഞ വാക്കുകൾ വരും. പക്ഷെ ഓരോ വാക്കിന്റെ തുടക്കം എന്താ? റ. ഒന്ന് പറഞ്ഞ 2 വാക്കുകൾ പറഞ്ഞേ. റ വെച്ചിട്ട് നമ്മള് പുട്ടും ഉണ്ടയൊക്കെ ഉണ്ടാക്കുന്ന സാധനമില്ലേ? ഉപ്പുമാവൊക്കെ. എന്താ അത്? റവ. കണ്ടിട്ടില്ലേ? ഒരു രാജ്യത്തിന്റെ പേര് പറഞ്ഞേ റ വെച്ചിട്ട്.
റാ വെച്ചിട്ടൊരു രാജ്യം, റഷ്യ, റോം. കേട്ടിട്ടില്ലേ? ഒരു ഫ്രൂട്ടിന്റെ പേര് പറയാൻ പറ്റുമോ? റംബുട്ടാൻ ഫ്രൂട്ട് അല്ലേ? പിന്നെ ഒരു ഫ്ലവറിന്റെ പേര് പറഞ്ഞേ. ഏറ്റവും വലിയ ഫ്ലവറിന്റെ പേര് റാ വെച്ചിട്ടാ. ഇനി വേണ്ട റാ വെച്ചിട്ട് ഒത്തിരി ഒരു സിനിമ ഞങ്ങളൊക്കെ ഭയങ്കര ആസ്വദിച്ച് കണ്ടൊരു സിനിമയുണ്ട്, റാംജി റാം സ്പീക്കിംഗ്. അങ്ങനെ റാ വെച്ച് റാ മാത്രം ഇവിടെ ഫില്ല് ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ റാ, ഇന്നത്തെ അക്ഷരം റാ. ഇനി ടീച്ചർ ഒരു അക്ഷരം കൂടി പഠിപ്പിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഈ 3 വരി കഴിഞ്ഞാൽ അടുത്ത 4ാമത്തെ വരി ആണ് നമ്മൾ ഇത് തുടങ്ങാൻ പോകുന്നത്. ടീച്ചർ പയ്യെ ഇത് വായിക്കും. നമ്മുടെ റാ കഴിഞ്ഞിട്ടുള്ള 3ാമത്തെ വരി കേട്ടോ. നമ്മൾ റാ പഠിച്ചു കഴിഞ്ഞല്ലോ. റായില് അല്ലേ? റാ 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 എല്ലാവരും 3 ലൈനിൽ റാ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് വാക്ക് എഴുതാൻ അറിഞ്ഞൂടാ, പറയാൻ മാത്രം അറിഞ്ഞുള്ളൂ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത അക്ഷരം ഇതിന്റെ തന്നെ കൂട്ടുകാരനാണ്. നോക്കിക്കോ. അറിയാമോ? ര. ഇതാണ് ര. നമ്മൾ എത്ര പ്രാവശ്യം എഴുതണം? ര 3 വരി. ര ര ര. നമ്മൾ റായും പഠിച്ച് രായും പഠിച്ച്. പക്ഷെ ഈ 2 അക്ഷരങ്ങൾ ചേർത്തുകൊണ്ട് വല്ല വാക്കും ഉണ്ടോ? എന്റെ അറിവിലില്ല. നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. പക്ഷെ തുടക്കം എന്തായിരിക്കണം? ഇവിടെ രായ എഴുതാൻ പാടുള്ളൂ. തുടക്കം ര. പഠിച്ച് നമ്മൾ എല്ലാ അക്ഷരങ്ങളും ചിഹ്നങ്ങളെല്ലാം പഠിച്ചു കഴിയുക ഈ 3 ലൈൻ രായിൽ തുടങ്ങുന്ന വാക്കുകളെ കൊണ്ട് നമ്മൾ നിറക്കും. അത് പറഞ്ഞ് രായിൽ തുടങ്ങുന്ന വാക്കുകൾ തുടങ്ങണ ഒരു പേര് രമ. പക്ഷെ മാ വിളിച്ചിട്ടില്ല, എഴുതാൻ പറ്റില്ല. രജനി, രാജ്ഞി, രാജാവ്, രാക്ഷസൻ. രീതി ആണെങ്കിലോ രീതി, രുചി. പക്ഷെ എഴുതാൻ അറിഞ്ഞൂടാ, നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഈ 2 അക്ഷരങ്ങളും ഓർമ്മ കിട്ടുമല്ല. ഒന്ന് റാ, പിന്നെ നമ്മള് റായിനെ നമ്മൾ എന്താക്കി മാറ്റും? ര. 2 അക്ഷരങ്ങൾ പഠിച്ചതുകൊണ്ട് നമുക്ക് വാക്കുണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് മലയാളം. ഈ 2 അക്ഷരം കൊണ്ട് മലയാളം അക്ഷരം 2 അക്ഷരം കൊണ്ട് ഒത്തിരി വാക്കുകൾ ഉണ്ടാക്കാം. പക്ഷെ ഈ 2 അക്ഷരം കൊണ്ട് നമുക്ക് വാക്കുണ്ടാക്കാൻ പറ്റില്ല. വാക്കെന്ന് പറഞ്ഞാൽ എന്താ? അർത്ഥവത്തായിട്ടുള്ള, നമുക്ക് എന്തെങ്കിലും ഒരു ആശയം തരുന്ന ഒരു ഭാഗമാണ് വാക്കെന്ന് പറയുന്നത്. അത് ഈ റായും രായും ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടൂല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നൊരു വാക്കിലേക്ക് കടന്നിട്ട് നമ്മുടെ ക്ലാസ് അവസാനിക്കാം. ഓക്കെ, ഇതൊന്നും പറഞ്ഞുപോയിട്ടില്ലല്ലോ. ടീച്ചർ എന്താണ് ഉദ്ദേശിച്ചിരുന്നത്? നിങ്ങൾ എടുത്തു തുടങ്ങിയതല്ലേ? ഇത് നമ്മുടെ പുസ്തകം ഒരാഴ്ച നോക്കുമ്പോൾ ഇതാണ് പുസ്തകത്തിന്റെ ഒരെൻഡ്, നമ്മുടെ ഓപ്പണിംഗ് എൻഡ്. അതിങ്ങനെ തുറന്നു നോക്കുമ്പോഴുള്ള ഒരു മാർജിൻ സൈഡ്, മറ്റേ മാർജിൻ സൈഡ്, നമ്മുടെ ഫോൾഡിങ് സൈഡ്. ഈ 2 മാർജിനിലാണ് നമ്മൾ തുടക്കം. എന്ന് വെച്ചാൽ പരമാവധി ബുക്ക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. ഡേറ്റ് ആയിട്ട് എഴുതാൻ പുസ്തകത്തിന്റെ മുകളിൽ ഇപ്പൊ സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പൊ ടീച്ചർ അടുത്ത അക്ഷരം എഴുതാൻ പോണെയാണ്. എന്തായിരിക്കും? ഊഹിക്കാമോ? റാ, അതിന്റെ കൂട്ടുകാരൻ ര. അങ്ങനെയാണെങ്കിൽ അടുത്ത അക്ഷരം എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ടീച്ചർ എഴുതാം. പറഞ്ഞ ആൾക്കാര് പെടുത്തന്മാരും പെടുത്തുന്നു കേട്ടാ. റാ രാ ത. ഇനി 3 പ്രാവശ്യം എഴുതിക്കോ. ത ബ ര ത. ത ത. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ 3 അക്ഷരങ്ങൾ പഠിച്ച്. ഏതൊക്കെയാണ്? റാ പഠിച്ച്, രാ പഠിച്ച്, പ പഠിച്ചു. ഇതിൽ ഏതെങ്കിലും അക്ഷരങ്ങൾ ചേർത്താൽ നമുക്കൊരു വാക്ക് കിട്ടുമോ? അതൊന്ന് ഹോംവർക്കായിട്ട് ഇന്നോട്ടെ. ആരാണ് കണ്ടുപിടിക്കുന്നത് അറിയണം. തൽക്കാലം ടീച്ചർ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. 3 അക്ഷരങ്ങൾ ടീച്ചർ പഠിപ്പിച്ചു. അതിൽ നിന്ന് ഒരു വാക്ക് നിങ്ങൾ കണ്ടുപിടിച്ചോണ്ട് നാളെ വരണം. നമുക്ക് നാളെ കാണാം. ഓക്കെ.